ആദ്യാക്ഷരത്തിലുളവായൊന്നതൊക്കെയുമീ ദാദ്യാക്ഷരത്തിലടങ്ങുന്നതും കരുതി ആദ്യാക്ഷരത്തിൽ അവയിലോരോന്നെടുത്തു വരി കീർത്തിപ്പതിനരുൾക നാരായണായ നമഃ. ഇതൊക്കെയും ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം, ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം തന്നെ ആദ്യാക്ഷരത്തിൽ ആദികാരണവും ജന്മനാശങ്ങളില്ലാത്തതുമായ പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഉത്ഭവിച്ചതാണ്. ഈ പ്രപഞ്ചം ആദ്യാക്ഷരത്തിൽ ആ ബ്രഹ്മം തന്നെയാണ്. അതിൽ അടങ്ങുന്നതും നിലനിന്ന് തിരിച്ച് ലയിക്കുന്നതുമായിട്ട് കരുതി എന്ന് പറഞ്ഞാൽ കണക്കാക്കിക്കൊണ്ട് ഇവയിൽ 51 അക്ഷരങ്ങളിൽ ആദ്യാക്ഷരാൽ ഈശ്വരാവചിതമായ ആദ്യത്തെ അല്ലെങ്കിൽ ആകാരം മുതൽ ഓരോന്നെടുത്ത് ഓരോ അക്ഷരമായെടുത്ത് കീർത്തിക്കാനായിക്കൊണ്ട് പല പ്രകാരത്തിലും ഭഗവാനെ സ്തുതിക്കാനായിക്കൊണ്ട് അരുളുക, അനുഗ്രഹിക്കുക. നാരായണായ നമ. നാരായണായ നമസ്കാരം. അതായത് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? ഈശ്വരിൽ നിന്നാണ്. ഈശ്വരിൽ നിലനിന്ന് ഈശ്വരിൽ ലയിച്ച് പോകുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം തന്നെ ആ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് ആ പരമപുരുഷനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന നാരായണനെ നാരായണനെ കീർത്തിക്കാനായിക്കൊണ്ട് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന.